ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. സിൽവർ മീൻ എങ്ങനെ കോൺഫ്ലവർ ചേർത്ത് വറുത്തെടുക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കാം അതിൻ്റെ ചേരുവകൾ എന്തെല്ലാമെന്ന്. പച്ചമുളക്, ചെറിയുള്ളി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി വാരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ല പീസുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് 2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണ്, അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലവർ 1 സ്പൂൺ, ഒരു 1.5 സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം വിനാഗിരി, 2 സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരച്ച ചേരുവകളെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി, മീനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി 1 മണിക്കൂർ ശേഷം മിക്സാക്കിയതാണ്. 1 മണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾക്ക് 1 മണിക്കൂർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നു. അത് നമ്മൾ ഓരോ കഷ്ണങ്ങളും അതിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. ഓരോ പീസും നമ്മൾ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മീനാണ്. നല്ല പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ തലയും വാലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചാറുകറി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ വറക്കുന്നതിന് വേണ്ടി എൻ്റെ നല്ല പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തിരിച്ച് ഇട്ട് മറിച്ച് കൊടുക്കാം. കണ്ടില്ലേ? പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് മീനായിക്കോട്ടെ അത് നമ്മൾ വറുക്കുമ്പോൾ അത് മുറിഞ്ഞ്, അതായത് പീസായി പോകാതിരിക്കുന്നതിന് വേണ്ടി, പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി തീ നന്നായിട്ട് കുറച്ച് ആറിയതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് മീൻ എല്ലാം ഉടയാതെ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ എടുത്തിട്ടുള്ള എല്ലാ മീൻ പീസ് കഷ്ണങ്ങളും ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്. ഒരു അര കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ നല്ല കഷ്ണങ്ങൾ. അതാണ് നമ്മളിവിടെ വറുത്തെടുത്തിട്ടുള്ളത്. കണ്ടില്ല, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. കോൺഫ്ലവർ എല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. വിനാഗിരി എല്ലാം ചേർത്തതുകൊണ്ട് നല്ല മണമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.